ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ മന്തിയാണ് തയ്യാറാക്കുന്നത്. ഇതിന് ബിരിയാണി പോലെ ഒരുപാട് ചേരുവകൾ വേണമെന്നില്ല. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നല്ല രുചിയുള്ള മന്തി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി 1 കിലോ സെല്ല ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 1 മണിക്കൂറെങ്കിലും ഇത് കുതിർത്താനായിട്ട് വെക്കണം. ഇത് സാധാരണ ബസുമതി റൈസ് പോലെയല്ല, കുറച്ചധികം നേരം സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. സാധാരണ ബസുമതി റൈസ് ആവും ചിലർക്കൊക്കെ ഇഷ്ടപ്പെടാം. എന്നാൽ ഈ മന്തിയുടെ ശരിയായൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ സെല്ല റൈസ് തന്നെ എടുക്കുന്നതാണ് നല്ലത്. റൈസ് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ചിക്കനിൽ മസാല പുരട്ടി വയ്ക്കാം. ചിക്കൻ വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് 1,700 ഗ്രാം ഉണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈ ചിക്കൻ കഷ്ണങ്ങളിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു കപ്പുണ്ട്. അതുപോലെ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഫോർക്ക് കൊണ്ട് കുത്തിവെച്ച ചിക്കൻ കഷ്ണങ്ങളിലേക്ക് 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാഗി ക്യൂബ്സ് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇത് 3.5 ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓറഞ്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കളർ ചേർക്കുന്നതിന് പകരം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. മല്ലിയിലയും 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പുതിനയില 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലർക്ക് ക്യാപ്സിക്കം ഇടുന്നത് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ക്യാപ്സിക്കം ഒഴിവാക്കാം. ക്യാപ്സിക്കം ഇപ്പോൾ ഇതിൽ കടിക്കൊന്നുമില്ല, അത് അലിഞ്ഞു പോവും. പിന്നെ ചിലർക്ക് ഗരം മസാല ചേർക്കുന്നതായിരിക്കും താല്പര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പട്ട, കരയാമ്പൂ, ഏലക്കായൊക്കെ പൊടിച്ച് ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ മസാലയിൽ മാറ്റം വരുത്താം കേട്ടോ. ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. മാഗി ക്യൂബ്സിൽ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് പോരെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്കിപ്പ് ചെയ്ത് പോയതാട്ടോ. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. 1 മണിക്കൂറിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിന് മീതെ റൈസ് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു വലിയ പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്യാസ് കത്തിച്ച് ഇതൊരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. തണുപ്പൊക്കെ ഒന്ന് മാറട്ടെ. ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 10-12 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ അങ്ങനെയുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇത് മന്തി കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതൊന്നുകൂടി അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതേ സമയത്ത് തന്നെ മറ്റേ അടപ്പിൽ റൈസ് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2 കഷ്ണം കറുവപ്പട്ട, 4 ഏലക്കായ, 4 കരയാമ്പൂവ്, പിന്നെ ഒരു ബ്ലാക്ക് ലെമൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഈ സമയത്ത് മറ്റേ അടുപ്പിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് കുതിർത്ത് വാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് വേവായിട്ടുണ്ട്. ഇതിപ്പോൾ 90% മേലെയായിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇത് ഊറ്റിയെടുക്കാം. ചോറ് ഊറ്റിയെടുത്താൽ പിന്നെ പെട്ടെന്ന് തന്നെ ദം ചെയ്തെടുക്കണം. ഇനി ഫ്രൈ ചെയ്തെടുത്ത ചിക്കനിലേക്ക് ഊറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കനും റൈസിനൊക്കെ നല്ല ചൂടുണ്ടായിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ മഞ്ഞ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതിന് മീതെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 5-6 പച്ചമുളക് വെച്ച് കൊടുക്കാം. ഇത് എരിവിന് വേണ്ടിയിട്ടല്ല, പച്ചമുളകിൻ്റെ ഫ്ലേവർ ചോറിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ചോറ് വേവിച്ചെടുക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഉണക്ക നാരങ്ങയും ഇതിന് മീതെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് നടുവിലായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ചാർക്കോൾ കത്തിച്ചിട്ട് കനൽ വെച്ച് കൊടുക്കാം. ഈ കനലിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു പുക വരും. ആ പുക റൈസിൽ പിടിക്കുമ്പോഴാണ് മന്തിയുടെ ഒരു ടേസ്റ്റ് വരാം. പുക വരുന്നതോടുകൂടി തന്നെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് പാത്രം ഒന്ന് മൂടി കൊടുക്കണം.
ഇനി നന്നായിട്ട് ആവി പോവാത്ത രീതിയിൽ അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കണം. ഇതിൻ്റെ മീതെ ഞാനൊരു വെയിറ്റ് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതൊരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലെ ബ്ലാക്ക് ലെമണും കനലും ഒക്കെ എടുത്തു മാറ്റാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറിൻ്റെ വേവൊക്കെ നല്ല കറക്റ്റ് പാകമാണ്. ഇത് നന്നായിട്ട് ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചിക്കൻ പീസസ് ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് റൈസ് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊരു ചെറിയ ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ല രുചിയുള്ള അടിപൊളി ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് ഗാർലിക് ക്യാപ്സിക്കം, സ്വീറ്റ് ആൻഡ് സ്പൈസി സോസ്, മയോണൈസ്, ടൊമാറ്റോ ചട്നി ഇതൊക്കെ സൈഡായിട്ട് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.